ഹായ് എവ്രി വൺ, നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ചാലോ? എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരംകാരുടെ ഒരു രീതിയിൽ. ഓരോരോ നാട്ടിൽ ഓരോരോ രീതിയിലായിരിക്കും ചിക്കൻ കറി വെക്കാറ്. നമുക്കൊരു വെറൈറ്റിക്ക് പിടിക്കാന്നേ. ഇടയ്ക്കൊന്ന് നിങ്ങളൊക്കെ തിരുവനന്തപുരം സ്റ്റൈലിലേക്കൊന്ന് വെച്ച് നോക്ക്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം. നമുക്ക് തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ കറിയിലേക്ക് പോവാം. വായോ. ആദ്യം ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് താളിക്കുക, കരിവേപ്പില ഇടുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയുടെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് അത് ആഡ് ചെയ്യുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പുമിട്ട് കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് നമ്മളുടെ മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. നമ്മൾ മസാലപ്പൊടികളെല്ലാം പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കാറ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഈ സമയം ചേർക്കുന്നത്. ഈ പൊടികളെല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ നല്ലൊരു പരുവത്തിലാവുമ്പോഴത്തേനും അതിലേക്ക് വെള്ളം ഒഴിക്കും. ഒരിച്ചിരി വെള്ളം ഒഴിക്കത്തുള്ളൂ. ഒരിത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതിൻ്റെ അമ്മയുടെ ഓൺ പ്രിപ്പറേഷനാണ്. അതിലേക്ക് ചിക്കനിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇതിപ്പോൾ നമുക്ക് തോന്നും കുറച്ചൊന്ന് കട്ടിയില്ലെന്ന് തോന്നും. അങ്ങനെയൊന്നുമല്ല, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി ഇതൊന്ന് ലൂസാവും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേണം നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോൾ വേവിക്കാനായിട്ട്. എങ്കിലേ അതിൽ നിന്ന് വെള്ളം ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മളിപ്പോഴും അവസാന ഘട്ടത്തിലാണ് മസാല ഇടുന്നത്. ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. മസാല ആഡ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇതാണ് ഞങ്ങളുടെ തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ കറി.